ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الذين آمنوا وهاجروا وجاهدوا في سبيل الله بأموالهم وأنفسهم أعظم درجة عند الله وأولئك هم الفائزون يبشرهم ربهم برحمة منه ورضوان وجنات لهم فيها نعيم مقيم. ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ സർവശക്തനായ ഏകനായ റബ്ബിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവന്റെ എല്ലാ വിധിവിലക്കുകളും പരിശുദ്ധ ഇസ്ലാമിന്റെ മൂലപ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും മനസ്സിലാക്കി കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്തി തഖ്വയുള്ള മുസ്ലിമീങ്ങളായി, മുഅ്മിനീങ്ങളായി, മുത്തഖീങ്ങളായി ജീവിച്ച് പ്രവർത്തിച്ച് മരിച്ചു പോകാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന്റെ തൗഫീഖ് നൽകുമാറാകട്ടെ. സൂറത്തു തൗബയിലെ 22-23 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. കഴിഞ്ഞ രണ്ട് ഖുതുബയിൽ അശറത്തുൽ മുബശ്ശിരീൻ, സ്വർഗാവകാശികളായ 10 സഹാബത്തിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് നമ്മൾ അവസാനം അവരെങ്ങനെയാണ് മരണപ്പെട്ടത്, അവരുടെ അന്ത്യ നിമിഷങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ചെറുതായിട്ട് വളരെ ചുരുക്കി നമ്മൾ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നു. അല്ലദീന ആമനൂ വഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹ്, വിശ്വസിക്കുകയും അള്ളാന്റെ മാർഗത്തിൽ ഹിജറ പോവുകയും വജാഹദൂ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും ജിഹാദ് ചെയ്യുകയും ചെയ്ത ആളുകൾ ബിഅംവാലിഹിം വഅൻഫുസിഹിം, അവർ യുദ്ധം ചെയ്തത് അവരുടെ സ്വന്തം ശരീരങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ അവരുടെ സമ്പത്ത് കൊണ്ടുമായിരുന്നു. അപ്പൊ സമ്പത്തും ശരീരവും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ യുദ്ധം ചെയ്യാൻ വിനിയോഗിച്ചു. അങ്ങനെയുള്ള ആളുകൾക്ക് അഅ്ളമു ദറജ, ഏറ്റവും വലിയ മഹത്തായ പ്രതിഫലമാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഒരുക്കി വച്ചിരിക്കുന്നത്. വഉലൈക ഹുമുൽ ഫായിസൂൻ, അവർ തന്നെയാണ് വിജയികൾ. യുബശ്ശിറുഹും റബ്ബുഹും ബിറഹ്മത്തിൻ മിൻഹു വരിളവാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത് അള്ളാന്റെ പക്കൽ നിന്നുള്ള കാരുണ്യവും അള്ളാഹുവിന്റെ തൃപ്തിയും സ്വർഗവുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്
ഈ മുബശ്ശിരീങ്ങൾ മാത്രമല്ല, അശറത്തുൽ മുബശ്ശിരീങ്ങൾ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള സഹാബത്തും, അവിടെ ജീവിച്ചിരുന്ന നബിയോടൊപ്പം ജീവിച്ചിരുന്ന സഹാബത്തിനെല്ലാം ഈ സന്തോഷ വാർത്തയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ജിഹാദിൽ ഏർപ്പെട്ട, ഹിജ്റയിൽ ഏർപ്പെട്ട എല്ലാ സഹാബത്തിനും ഈ സന്തോഷ വാർത്ത ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചിരുന്ന ഈ അശറത്തുൽ മുബശ്ശിരീനിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായി മരണപ്പെടുന്നത്. സ്വർഗം കൊണ്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ട 10 സഹാബത്തിൽ ആദ്യം മരണപ്പെടുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഹിജ്റ 13 അദ്ദേഹം മരണമടയുന്നത്. ഒരു ജമാദുൽ ഉഖറ മാസത്തിൽ, ഒരു തണുപ്പുള്ള ദിവസം, അതിശൈത്യമുള്ള ഒരു ദിവസം അദ്ദേഹം കുളിച്ചതാണ് കാരണം എന്നാണ്. 15 ദിവസം അദ്ദേഹത്തിന് പനി ബാധിച്ചു. അങ്ങനെ 2 കൊല്ലവും 3 മാസവും ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണത്തിലിരുന്നതിന് ശേഷം 63-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണമടയുകയാണ്. സാധാരണ മരണമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണമടയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തിൽ ചരിത്രത്തിൽ വേറൊരു അഭിപ്രായം കൂടിയുണ്ട്. അത് ചരിത്രകാരന്മാർ എടുത്തുദ്ധരിക്കാത്തതും അതുപോലെ ഉസ്താദന്മാർക്ക് പ്രസംഗിക്കാത്തതിന്റെ കാരണം ആ ചരിത്രത്തിന് വലിയ സ്ഥിരീകരണം ലഭിച്ചില്ലാത്തതുകൊണ്ടാണ്. ഞാൻ വെറുതെ ഒന്ന് സൂചിപ്പിക്കുകയാണ്, മറ്റൊന്നുമല്ല. ഹാരിസ് ഇബ്നു കിൽദ റളിയല്ലാഹു അൻഹു മദീനയിലുണ്ടായിരുന്ന ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു. അദ്ദേഹവും ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടി ഒരിക്കൽ ഒരു ജൂതന്റെ വീട്ടിൽ ഒരു വിരുന്നിന് ക്ഷണിക്കപ്പെട്ടു. അതിൽ നിന്നും പോയിസൺ അടിച്ചു, വിഷം അടിച്ചു എന്ന ഒരു ചരിത്രം നമുക്കതിനെ സംബന്ധിച്ച് കാണാൻ കഴിയും. അത് ഉറപ്പിച്ചു പറയുന്നത് ഈ ഡോക്ടറായിരുന്ന ഹാരിസ് ഇബ്നു കിൽദയാണ്. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അവസാനം ആ മരണത്തിലേക്ക് നയിച്ചത്, ആ പനി ബാധിക്കാനുള്ള കാരണം എന്ന് ചരിത്രത്തിലെ അഭിപ്രായം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ സ്ഥിരീകരണമില്ല. രണ്ടാമതായി അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ആണ് മരണമടയുന്നത്. അബൂ ഉബൈദത്തുൽ ജറാഹ് സിറിയയിൽ ഫലസ്തീനിൽ വിജയം നേടി ബൈത്തുൽ മുഖദ്ദസ് ജയിച്ചടക്കിയ സഹാബിയാണ്. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ വിജയങ്ങളെല്ലാം കരസ്ഥമാക്കുന്നത്. ആ വിജയം കരസ്ഥമാക്കിയ ഉടനെ സിറിയയിൽ പ്ലേഗ് രോഗം പിടിപെട്ടു. അന്ന് അദ്ദേഹത്തിന് 58 വയസ്സ് പ്രായമുള്ളൂ. അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ട 2ാമത്തെ സഹാബിയാണ്. 2ാമത് മരണത്തിന് കീഴടങ്ങുന്ന സഹാബിയാണ്. 58-ാമത്തെ വയസ്സിൽ പ്ലേഗ് രോഗം പിടിപെട്ടപ്പോ മദീനയിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേഗം മടങ്ങിപ്പോരാൻ പറഞ്ഞു, സിറിയയിൽ നിന്ന് മടങ്ങിക്കോളാൻ പറഞ്ഞു. അദ്ദേഹം മടങ്ങാൻ ആദ്യം വിസമ്മതം പ്രകടിപ്പിച്ചു. പക്ഷെ കുറച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം മടങ്ങിയെന്നാണ്. ആ മടങ്ങി ജോർദാനിലെത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന് പ്ലേഗ് രോഗം പിടിപെട്ടിരുന്നു. അദ്ദേഹം ജോർദാനിൽ വെച്ച് മരണമടയുകയാണ്. പ്ലേഗ് ബാധിച്ച് മരണമടയുകയാണ്. അപ്പൊ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബികളാണെങ്കിൽ പോലും അവർക്ക് പിന്നീട് പൂമത്തെയും പൂമാലയും അതുപോലെ തന്നെ വലിയ കൊട്ടാരങ്ങളൊന്നും ജീവിതത്തിൽ ഒരിക്കലും ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവങ്ങൾ ഉദ്ധരിക്കുന്നത്. അടുത്ത ഊഴം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണ്. ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണം 10 കൊല്ലം അദ്ദേഹം ഭരിച്ചു. അവസാനം ഹിജ്റ 23-ൽ ഒരു സുബഹി നമസ്കാരത്തിന് മദീന പള്ളിയിൽ ഇമാമായി നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അബൂ ലുഅത്ത് എന്ന അഗ്നി ആരാധകനായ മനുഷ്യൻ കുത്തിക്കൊലപ്പെടുത്തുന്നത്. ആ സംഭവത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഈ അബൂ ലുഅത്ത് ആരാണെന്നറിയോ? നമുക്ക് അവിടം വരെ ആ ചരിത്രം അറിയുള്ളൂ. അബൂ ലുഅത്ത് ആരാണെന്നറിയോ? അദ്ദേഹത്തിന്റെ പേര് ഫൈറൂസ് എന്നാണ്. പേർഷ്യക്കാരനാണ് അദ്ദേഹം, ഒറിജിനൽ പേർഷ്യക്കാരനാണ്. അദ്ദേഹത്തിന് ലുഅത്ത് എന്നൊരു മകളുണ്ടായിരുന്നു. അതിലേക്ക് ചേർത്തിയാണ് അബൂ ലുഅത്ത് എന്ന പേര് വിളിക്കപ്പെട്ടത്. റോമാക്കാരും പേർഷ്യക്കാരും തമ്മിലുള്ള യുദ്ധത്തിൽ പേർഷ്യക്കാരനായ അബൂ ലുഅത്ത് റോമാക്കാരന്റെ ബന്ദിയായി തടവറയിലകപ്പെട്ടു. പിന്നീട് സിറിയൻ യുദ്ധത്തിൽ, മുസ്ലിങ്ങളുമായ യുദ്ധത്തിൽ ഈ അബൂ ലുഅത്ത് മുസ്ലിമീങ്ങളുടെ കയ്യിൽ ബന്ദിയായി പിടിക്കപ്പെട്ടു. അങ്ങനെ അന്ന് അവിടുത്തെ ഗവർണറായ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലാണ് അദ്ദേഹം ബന്ദിയായി വരുന്നത്. ആ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ ഒരു നിയമം വെച്ചിരുന്നു. സിറിയയിൽ നിന്നും അതുപോലെ തന്നെ ഈജിപ്തിൽ നിന്നും അതുപോലെ പേർഷ്യയിൽ നിന്നുമെല്ലാം
അവിടെ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട മവാലികൾ അഥവാ ഈ ബന്ധനസ്ഥരായ ആളുകളെ ഇസ്ലാം സ്വീകരിക്കാതെ മദീനയിലേക്ക് കൊണ്ടുവരരുത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു. അതിൽ ഒരുപാട് വശങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. കാരണം ഇവരെ പരിപൂർണമായും വിശ്വസിക്കാനായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കാത്ത മവാലികളെ കൊണ്ടുവരരുത് എന്നൊരു നിരോധനം ഉമർ റളിയല്ലാഹു അൻഹു ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ഖലീഫക്ക് ഒരു കത്തെഴുതി, എന്റെ തടവറയിൽ അബൂ ലുഅ്ലുഅത്ത് എന്നൊരു മനുഷ്യനുണ്ട്, അദ്ദേഹം നമ്മുടെ മദീനക്കും മുസ്ലിമീങ്ങൾക്കും പ്രയോജനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ട്, അദ്ദേഹത്തിന്റെ കഴിവ് എന്താണെന്ന് വെച്ചാൽ നല്ല ആയുധങ്ങൾ ഉണ്ടാക്കാൻ അറിയാവുന്ന നല്ലൊരു കൊല്ലപ്പണിക്കാരനാണ്, അതുപോലെ തന്നെ കൊത്തുപണിക്കാരനാണ്, ആശാരിപ്പണിക്കാരനും കൂടിയാണ് അബൂ ലുഅ്ലുഅത്ത്. പക്ഷെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, മൗലയാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അതിന് മൗനാനുവാദം നൽകി. ഇത്തരം കഴിവുകളുള്ള ഒരാള് വന്നോട്ടെ, മുസ്ലിങ്ങൾക്ക് ഒരു പ്രയോജനം ചെയ്യുമല്ലോ, കുറെ കാര്യങ്ങള്, കുറെ ടെക്നിക്കലായിട്ടുള്ള കുറെ വശങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അതിന് അനുവാദം നൽകിയത്. പക്ഷെ പോരുമ്പോൾ തന്നെ ഈ മുഗീറത്ത് ബിൻ ശുഅബയും ഇദ്ദേഹവും തമ്മിൽ അബൂ ലുഅ്ലുഅത്തും തമ്മിൽ ഒരു കരാറുണ്ട്. അവിടെ ചെന്നാൽ ഇത്ര സംഖ്യ വെച്ച്, കാരണം മുഗീറത്ത് ബിൻ ശുഅബ പരിപൂർണ സംരക്ഷണം നൽകിയിട്ടാണ് ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഇത്ര ചെലവുകളുണ്ട്, ആ ചെലവിലേക്ക് ഇത്ര സംഖ്യ തരണമെന്ന് പറഞ്ഞു. കാരണം എന്താ പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ അബൂ ലുഅ്ലുഅത്ത് നല്ലോണം സമ്പാദിക്കുന്ന വ്യക്തിയാണ്, നല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ അറിയാവുന്ന വ്യക്തിയാണ്. ഈ സംഖ്യയുമായി ബന്ധപ്പെട്ട് ഒരു സ്വരച്ചേർച്ച ഉണ്ടായിരുന്നു. അത് അവതരിപ്പിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അബൂ ലുഅ്ലുഅത്ത് ചെന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, മുഗീറത്ത് ബിൻ ശുഅബയെ ഞാൻ കണ്ടോളാം, ഇവരും ധരിപ്പിച്ചോളാം എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു വിചാരിച്ചത്. ഇദ്ദേഹത്തോട് തൽക്കാലം പറഞ്ഞു, ഇപ്പൊ തൽക്കാലം നിൽക്കുന്നത് മുഗീറയുടെ കീഴിലാണല്ലോ, അപ്പൊ അതുകൊണ്ട് യജമാനനെ അനുസരിക്കണം, യജമാനോടുള്ള ബാധ്യത നിറവേറ്റണട്ടോ എന്ന് പറഞ്ഞാണ് ഉപദേശിച്ചിട്ടാണ് വിട്ടത്. ഇത് അബൂ ലുഅ്ലുഅത്തിന് പിടിച്ചില്ല എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. വേറെയും കാരണങ്ങളുണ്ട്. കാരണം ഇതിന്റെ ഇടയിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല. ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ കഴിയാതെ എന്നതിന്റെ കാരണം അബൂ ലുഅ്ലുഅത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തിയപ്പോ അബൂ ലുഅ്ലുഅത്തിനെ പിടിച്ചുവെച്ചല്ലോ ആളുകൾ. ആ പിടിച്ചുവെച്ചവരിൽ 13 ആളെ വേറെയും കുത്തിയിട്ടുണ്ട് അബൂ ലുഅ്ലുഅത്ത്. അതിൽ 6 ആള് വേറെ മരിച്ചു, ഷഹീദായിട്ടുണ്ടാവും. അവസാനം അബൂ ലുഅ്ലുഅത്തിന് മനസ്സിലായി രക്ഷയില്ല, എന്നെ ജയിലിലടക്കപ്പെടും അല്ലെങ്കിൽ ഞാൻ വധിക്കപ്പെടും എന്ന് മനസ്സിലായ അബൂ ലുഅ്ലുഅത്ത് സ്വന്തം വയറിലേക്ക് കടാര കുത്തിയിറക്കി സ്വയം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് ആ വിഷയത്തിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ കഴിയാതിരുന്നത്. ഗൂഢാലോചന ഉണ്ട് എന്നാണ് ചരിത്രങ്ങൾ ഉറപ്പിച്ചു പറയുന്നത്. അപ്പൊ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെയാണ് ഷഹീദാവുന്നത്. സ്വർഗം കൊണ്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ട അശറത്തുൽ മുബശ്ശിരീൽപ്പെട്ട രണ്ടാമത്തെ വ്യക്തി, അഥവാ സ്ഥാനം കൊണ്ട് രണ്ടാമത്തെ വ്യക്തിയും മരണം കൊണ്ട് 3ാമത്തെ ആളുമായ ഉമർ ഇബ്നുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത് അങ്ങനെയാണ്, അദ്ദേഹം ഷഹീദാവുന്നത് അങ്ങനെയാണ്. ഉമർ റളിയല്ലാഹു അൻഹു കുത്തുകൊണ്ട് കിടക്കുമ്പോ അദ്ദേഹം ആദ്യം ചിന്തിച്ചത് ഇസ്ലാമിക ഭരണം ഏറ്റെടുക്കാൻ ആളെ വേണം, ശക്തനായ ആളെ വേണം. അപ്പൊ അന്ന് ബാക്കി 7 ആളുകൾ, അശറത്തുൽ മുബശ്ശിരീൽപ്പെട്ട 7 ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. ആ ചരിത്രം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. അശറത്തുൽ മുബശ്ശിരീൽപ്പെട്ട 7 ആളുകൾ ബാക്കി ജീവിച്ചിരിക്കുകയാണ്. 3ാമത്തെ ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു കുത്തുകൊണ്ട് കിടക്കുന്നത്. ബാക്കി 7 ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയപ്പോ ആരെ സംബന്ധിച്ചാണോ പരിപൂർണമായ തൃപ്തി രേഖപ്പെടുത്തിയത് അവരായിരിക്കണം ഖലീഫ എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. അപ്പൊ 7 ആൾ ജീവിച്ചിരിപ്പുണ്ട്. ആ 7 ആളിൽ താൻ ആരെ ഖലീഫയാക്കും? അവിടെ ഉമർ റളിയല്ലാഹു അൻഹു കൺഫ്യൂഷൻ ഉണ്ടായി. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു 6 ആളുകൾ ആ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഈ 6 ആളുകളെ തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ 6 ആളുകളുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ ഖലീഫയായി നിങ്ങൾ തെരഞ്ഞെടുക്കണം. ഇതാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വെച്ച നിർദ്ദേശം. അപ്പൊ നോക്കി 7 ആൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, പക്ഷെ 6 ആളെ ഉമർ റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്തുള്ളൂ. ഒരാൾ ഉമർ റളിയല്ലാഹു അൻഹു ഒഴിവാക്കി. ആ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കിയത് ആരാണെന്നറിയോ? സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. എന്താ ഒഴിവാക്കാനുള്ള കാരണം എന്നറിയോ? സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരനാണ്.
എങ്ങനെ കുടുംബക്കാരൻ? ഒന്ന് വാപ്പ വഴിക്ക് ബന്ധമുണ്ട്. രണ്ടാമത് ഉമർ റളിയല്ലാഹു വിവാഹം ചെയ്തിരിക്കുന്നത് സെയ്ദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹുവിന്റെ പെങ്ങളെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്, ആത്തിക്കയെ. ഉമർ റളിയല്ലാഹുവിന്റെ പെങ്ങൾ ഫാത്തിമയെ ഈ സെയ്ദ് റളിയല്ലാഹു വിവാഹം ചെയ്തിട്ടുണ്ട്. പരസ്പരം അളിയന്മാരാണ്. ഉമറിനൊരു നിർബന്ധമുണ്ട്. ഇസ്ലാമിക ഖിലാഫത്തിൽ ഉമർ റളിയല്ലാഹു ഭരണമേറ്റെടുത്തതിന് ശേഷം സ്വന്തക്കാരായ ഒരാളെയും അദ്ദേഹം ഭരണത്തിലേക്ക് അടുപ്പിച്ചില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം കുടുംബക്കാരോട് പറഞ്ഞൊരു വാക്കുണ്ട്, അറവുശാലയിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന മാംസം പോലെയാണ് നിങ്ങൾ. നിങ്ങളിലേക്ക് ജനങ്ങൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. എന്റെ കുടുംബക്കാരായ നിങ്ങൾ സമൂഹത്തിൽ നോട്ടപ്പുള്ളികളാണ്. അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ തെറ്റ് ചെയ്താൽ ഇരട്ടി ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് ഉമർ റളിയല്ലാഹു താക്കീത് നൽകിയിരുന്നു. ആ ഉമർ റളിയല്ലാഹു സ്വന്തം കുടുംബക്കാരെ ഭരണത്തിലേക്ക് അടുപ്പിച്ചില്ല. അതിന്റെ പേരിലാണ് അശറത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട ആളായിട്ടും സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹുവിനെ ഉമർ റളിയല്ലാഹു ഒഴിവാക്കി നിർത്തിയത്. ബാക്കി 6 ആളുകളാണ് അവിടെ കൂടിയത്. ആ 6 ആളുകളിൽ നിന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തു. അവർക്കൊരിക്കലും പിഴച്ചിട്ടില്ല, അവർക്കൊരിക്കലും തെറ്റിയിട്ടില്ല. സ്വഹാബത്തിന് ആ വിഷയത്തിൽ ഒരിക്കലും തന്നെ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. കൃത്യമായി ഉമർ റളിയല്ലാഹു കൈകാര്യം ചെയ്യേണ്ട വിഷയം കൈകാര്യം ചെയ്തിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. ഇനി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹവും ഷഹീദാവാണ് അല്ലെ. അപ്പൊ ഉമർ റളിയല്ലാഹു ഷഹീദായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അശറത്തുൽ മുബശ്ശിരീനാണ്, ഷഹീദാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ വിവാഹം ചെയ്തിരുന്ന ദുന്നൂറൈൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 35 ദുൽഹിജ്ജ 12-നാണ് അദ്ദേഹത്തെ കലാപകാരികൾ കൊല്ലുന്നത്, വിപ്ലവകാരികൾ കൊല്ലുന്നത്. ആ വിപ്ലവത്തിന്റെ ഒരു ചെറിയൊരു വിവരണം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. ഇസ്ലാം ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ കൂഫ, ബസറ, സിറിയ, ഈജിപ്ത് മുതലായ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചല്ലോ. ഈ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് അബ്ദുല്ലാഹ് ഇബ്നു സബ എന്നൊരു ജൂതൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്, മുസ്ലിമായി. പക്ഷേ ഇബ്നു സബഇന്റെ ഉദ്ദേശം ദുരുദ്ദേശമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാരെല്ലാവരും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ വിഷയത്തിൽ ഷിയാക്കൾക്ക് മാത്രമേ ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളൂ. ബാക്കി മുസ്ലിം ലോകം ഒന്നടങ്കം ആ വിഷയത്തിൽ പറയുന്നു ഇബ്നു സബഇന്റെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവ് ദുരുദ്ദേശമായിരുന്നു. ആ ഇബ്നു സബ ആദ്യം ഹിജാസിലുള്ള ജനങ്ങളോട് പറഞ്ഞു, ഖലീഫ ഉസ്മാൻ ശരിയല്ല, ഉസ്മാന്റെ അടുക്കൽ ഇന്നെ തകരാറുകളുണ്ട്, ഉസ്മാന്റെ അടുക്കൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ പേരിൽ വ്യാജാരോപണങ്ങൾ കെട്ടിയുണ്ടാക്കുകയാണ് ചെയ്തത്. ആരോപണങ്ങളെല്ലാം ചരിത്രഗ്രന്ഥത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആരോപണങ്ങൾക്കെല്ലാം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു കൃത്യമായ മറുപടി മിമ്പറിന്മേൽ കയറി നിന്നുകൊണ്ട് പറയുന്നുണ്ട്. അതെല്ലാം അവർക്ക് ബോധ്യപ്പെട്ടതാണ്. പക്ഷേ ഇബ്നു സബഇന് എന്താണ് ആവശ്യം എന്നറിയോ? ഇസ്ലാമിക സാമ്രാജ്യം ആകെ കൂടി കുട്ടിച്ചോറാകണം. ഹിജാസിൽ ഈ തന്ത്രം നടപ്പില്ല എന്ന് കണ്ടപ്പോ ഇബ്നു സബ നേരെ കൂഫയിലേക്കും ബസറയിലേക്കും സിറിയയിലേക്കും പോയി. അവിടെയെല്ലാം ഈ വിഷവിത്ത് പാകി. അവസാനം ഈജിപ്തിൽ ചെന്നു. അലിയാണ് നല്ലതെന്നും അലി നബി കുടുംബത്തിൽപ്പെട്ടതാണെന്നും അലി റളിയല്ലാഹുവിന് ഭരണം കിട്ടേണ്ടതാണെന്നും അങ്ങനെ അലി റളിയല്ലാഹുവിന്റെ ദൈവതുല്യമായി അവരോധിച്ച് ഈജിപ്തിൽ അദ്ദേഹം ജനങ്ങളെ സംഘടിപ്പിച്ചു. ഉസ്മാൻ റളിയല്ലാഹുവിനെതിരിൽ കലാപകാരികൾ ഉണ്ടാക്കിയെടുത്തു. ആ ഈജിപ്തിൽ നിന്ന് വന്ന സംഘമാണ് യഥാർത്ഥത്തിൽ വിപ്ലവകാരികളായി വന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ വീട് വളയുന്നതും ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊലപ്പെടുത്തുന്നതും. ഒരൊറ്റ സഹാബി പോലും അതിലില്ല എന്നാണ് അറിയപ്പെടുന്ന മദീനയിലെ, ഹിജാസിലെ, മക്കയിലെ ഒരൊറ്റ എണ്ണപ്പെട്ട അറിയപ്പെടുന്ന ഒരു സഹാബി പോലും ആ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. മാത്രമല്ല അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവും കുടുംബവും ഉസ്മാൻ റളിയല്ലാഹുവിന് കട്ട സപ്പോർട്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിന് ആ സമയത്ത് കാവൽ നിന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ മക്കളായിരുന്നു. ഇതെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. അവർ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ആ കാലഘട്ടത്തിലില്ല. അലി റളിയല്ലാഹു ഒരു ഭരണവും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ അവസാനം എന്ത് സംഭവിച്ചു? ഈ മറ്റേ ഈജിപ്തിൽ നിന്ന് വന്ന സംഘം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ വാതിൽ കത്തിച്ച്, ആ വാതിൽ കത്തിച്ച് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് അദ്ദേഹത്തിന്റെ റൂമിലേക്ക് കയറി ചെന്നത്. കാരണം വെള്ളിയാഴ്ച ദിവസം ആള് കുറവായിരിക്കും, കാവൽക്കാർ കുറവായിരിക്കും. മാത്രമല്ല
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു താൻ കൊല്ലപ്പെടുമെന്ന് മനസ്സിലാക്കിയ വെള്ളിയാഴ്ച ദിവസം എല്ലാ സ്വഹാബത്തിനെയും അവിടുന്ന് മാറ്റിയിരുന്നു എന്നാണ് ചരിത്രം നമുക്ക് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് മറ്റൊരു ദാരുണ സംഭവം അവിടെ ഇല്ലാതിരുന്നത്. എന്തുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കലാപത്തെ അടിച്ചമർത്താതിരുന്നത്? ഒരു ചോദ്യമാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ കാരണം എന്റെ ഭരണത്തിൽ മുസ്ലിമീങ്ങൾ പരസ്പരം ഏറ്റുമുട്ടാൻ പാടില്ല, എന്റെ ഒരു വിഷയത്തിൽ പരസ്പരം ഒരു ഏറ്റുമുട്ടലുണ്ടാകാൻ പാടില്ല. അവർ എന്നെ കൊല്ലുമായിരിക്കാം, അതിന് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് സൂചന നൽകിയിട്ടുണ്ട്, ഞാൻ ഈ രൂപത്തിൽ ഷഹീദാകുമെന്ന്. അതെന്താ സുനാൻ? രണ്ട് സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ജീവിച്ചിരുന്നപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഷഹീദാവുമെന്ന സൂചന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുണ്ട്. ഒന്ന്, ഉഹദ് മലയുടെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും ഉസ്മാൻ റളിയല്ലാഹു അൻഹും കൂടി കയറി നിൽക്കുകയാണ്. ആ സമയത്ത് ഉഹദ് മല ഒന്ന് വിറച്ചു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദിനോട് പറഞ്ഞു, ഉഹദ് ഉസ്ബുത് ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ. ഉമറേ, ഉഹദ് നീ അടങ്ങൂ. നിന്റെ മുകളിൽ നിൽക്കുന്നത് ആരാണെന്നറിയുമോ? ഒന്നൊരു പ്രവാചകനാണ്, മറ്റൊന്നൊരു സിദ്ദീഖാണ്, രണ്ട് ശുഹദാക്കളാണ് വേറെ നിൽക്കുന്നത്. അപ്പൊ അന്ന് ഉമർ റളിയല്ലാഹു അൻഹും ഉസ്മാൻ റളിയല്ലാഹു അൻഹും ആണ് ആ രണ്ട് ശുഹദാക്കളെ ഉദ്ദേശിച്ച് പറഞ്ഞത് എന്ന കാര്യം എല്ലാവർക്കും വ്യക്തമായി അറിയാം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, യാ ഉസ്മാൻ, ഇന്നല്ലാഹ അസ്സ വജല്ല അസാ അൻ യൽബസക ഖമീസൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് ഒരു ഖമീസ് ധരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അത് ഭരണമാകുന്ന കുപ്പായമാണ് ആ പറഞ്ഞത്. അള്ളാഹു താങ്കളെ ഭരണം ഏൽപ്പിക്കാൻ കാര്യമുണ്ട്. ഫഇൻ അറാദകൽ മുനാഫിഖൂന അലാ ഖൽഇഹി. ആ സമയത്ത് ഒരു പക്ഷേ മുനാഫിഖുകൾ ആ ഭരണത്തിൽ നിന്ന് ഒഴിയാൻ, അഥവാ താങ്കൾ ആ കുപ്പായം അഴിച്ചു വെക്കാൻ വേണ്ടി താങ്കളെ നിർബന്ധിച്ചേക്കാം. ഫലാ തഖ്ലഉഹു ഹത്താ തൽഖാനി. ഒരു കാരണവശാലും ആ കുപ്പായം താങ്കൾ ഒഴിവാക്കരുത്, അഴിച്ചു വെക്കരുത്, എന്നെ കണ്ടുമുട്ടുന്നതുവരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് സഹാബത്തിനൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരണത്തിൽ നിന്ന് മാറാൻ പറയാത്തത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരണത്തിൽ നിന്ന് മാറാത്തതും അതുകൊണ്ടാണ്. വേറെ സംഭവം കൂടിയുണ്ട്. കലാപകാരികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട് വളഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് ഒരു ദിവസം ഉസ്മാൻ റളിയല്ലാഹു അൻഹു നോമ്പാണ്. ആ സമയമായപ്പോഴേക്കും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭക്ഷണം നിഷേധിച്ചു, വെള്ളം കൊടുക്കാതായി. ഖലീഫയുടെ വീടിൽ വെളിച്ചോ ഒന്നുമില്ലാത്തൊരവസ്ഥയായി മാറി. അന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നോമ്പാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നോമ്പ് തുറക്കാൻ നേരത്തെ അദ്ദേഹത്തിന് ജലപാനം പോലുമില്ല. പിറ്റേന്നും അദ്ദേഹം നോമ്പ് പിടിക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ്, ഭാര്യ നാഹില വന്ന് ചോദിച്ചപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരവായിട്ട് പറയാണ്, ഇന്നലെ പ്രവാചകൻ എന്റെ അടുക്കൽ വന്നിരുന്നു, താങ്കൾ എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞതാണ്, ഇന്നലെ പ്രവാചകനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു, പ്രവാചകൻ എന്റെ അടുക്കൽ ഒരു ബക്കറ്റ് വെള്ളം തന്നു, ഞാൻ ആ വെള്ളത്തിൽ നിന്ന് 3 പ്രാവശ്യം കുടിച്ചു. മാത്രമല്ല എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നാളെ നീ നോമ്പ് നോറ്റുകൊള്ളുക, നാളെ നോമ്പ് നോറ്റ് നീ നോമ്പ് തുറക്കുന്നതിന് മുമ്പായി ഞങ്ങളുടെ കൂടെ എത്തിച്ചേരും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവാചകന്റെയും കൂട്ടത്തിൽ എത്തിച്ചേരും, നിനക്ക് ഞങ്ങളോടൊപ്പം നോമ്പ് തുറക്കാം എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് സ്വപ്ന ദർശനമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരിങ്കല്ല് പോലെ, പാറ പോലെ ആ പ്രശ്നത്തിന്റെ മുന്നിൽ അടിയുറച്ചു നിന്നത്. എന്തായാലും ആ ദാരുണമായ സംഭവം അവിടെ സംഭവിച്ചു. വധത്തിന് പിന്നിലുണ്ടായത് ഈജിപ്തിൽ നിന്ന് വന്ന കലാപകാരികളാണ്. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും ഷഹീദാവാണ്. സ്വർഗം കൊണ്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ട അശറത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട ആളാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും ഷഹീദാവുകയാണ് ചെയ്യുന്നത്. ഇനി നോക്ക്, 6ാമത്തെയും 5ാമത്തെയും ആളുകളായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവും ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലയും ഇതേപോലെ തന്നെ ശുഹദാക്കളാവുകയാണ്. സ്വർഗം കൊണ്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ട അശറത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട അടുത്ത 2 ആളുകളാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു. അത് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുണ്ടായ ജമൽ യുദ്ധം. മുസ്ലിങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയതാണ്.
യമൻ യുദ്ധത്തിൽ ശരിക്കും സഹാബത്തൊന്നും പങ്കെടുത്തിട്ടില്ല, കാര്യമായപ്പെട്ട സഹാബികളൊന്നും പങ്കെടുത്തിട്ടില്ല, അവരൊക്കെ മാറി നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഈ ത്വൽഹത്ത് ബിൻ ഉബൈദിനെയും സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവും ആയിഷ റളിയല്ലാഹുവിന്റെ പക്ഷത്തുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹുവിന്റെ പക്ഷത്തുണ്ടായിരുന്നു. അലി റളിയല്ലാഹുവിനെതിരിൽ അവർ രംഗത്ത് വന്നിരുന്നു. ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹുവിനോട് ചോദിച്ചു, യാ സുബൈർ, നീ ഒരു കാര്യം മറന്നോ? നമ്മൾ ഒരുമിച്ച് പ്രവാചക സന്നിധിയിൽ ഇരിക്കുമ്പോഴാണല്ലോ പ്രവാചകൻ നിന്നോട് പറഞ്ഞത്, സുബൈറെ, നീ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു കലാപമുണ്ടാവും, ആ കലാപത്തിൽ നീ അലിക്കെതിരായി കലാപത്തിന് പുറപ്പെടും, പക്ഷേ അന്ന് നീ അക്രമികളുടെ പക്ഷത്തായിരിക്കും കേട്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഓർമ്മയില്ലേ എന്ന് അലി റളിയല്ലാഹു അൻഹു ഓർമ്മിപ്പിച്ചപ്പോ പെട്ടെന്ന് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ആ വിഷയം ഓർമ്മ വരികയും വളരെ പെട്ടെന്ന് ആ സമയത്ത് തന്നെ ഖേദിച്ച് മടങ്ങി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടുന്ന് മാറിപ്പോവുകയാണ് ചെയ്തത്. ആ കൂട്ടത്തിൽ ത്വൽഹത്ത് ബിൻ ഉബൈദിനെയും മാറിപ്പോയി. കാരണം സ്വർഗ്ഗത്തോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ആ വിഷയത്തിൽ നിൽക്കുന്നില്ല എങ്കിൽ സ്വർഗം കൊണ്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ട ഞാനും അതിൽ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ത്വൽഹയും സുബൈർ റളിയല്ലാഹു അൻഹുവും ആ വിഷയത്തിൽ നിന്ന് മാറി നിന്നത്. പക്ഷേ കലാപകാരികളായ ആളുകൾ അവരെ വെറുതെ വിട്ടില്ല. ഇതിൽ മുതലെടുക്കാൻ ശ്രമിക്കുന്ന മുനാഫിക്കുകളായ ആളുകൾ അവരെ വെറുതെ വിട്ടില്ല. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു നമസ്കരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തെ കുത്തിക്കൊന്നു. ത്വൽഹത്ത് ബിൻ ഉബൈദിനെ കുന്തമെറിഞ്ഞ് ആരോ കൊലപ്പെടുത്തി. അവർ രണ്ടുപേരും ശുഹദാക്കൾ ആവുകയാണ് ചെയ്തത്. അപ്പൊ സ്വർഗം കൊണ്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ട ആളുകളുടെ അവസ്ഥയാണ്. ഒരു ദിവസം ഈ മറ്റേ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ ആള് അപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു മനസ്സിലാവുന്നത്. അദ്ദേഹം ചെന്നിട്ട് അലി റളിയല്ലാഹു അൻഹു അടുക്കൽ ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളാണത് ചെയ്തത്, ഞങ്ങൾ താങ്കൾക്ക് വേണ്ടിയാണ് ചെയ്തത് എന്ന് അലിയുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ചെന്നപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പൊയ്ക്കോളണം എന്റെ മുമ്പിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബശ്ശിർ ഖാതില ഇബ്നു സഫിയ ബിന്നാർ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തുന്ന ആൾ നരകത്തിലാണ്. ഖാതിൽ ഇബ്നു സഫിയയെ കൊലപ്പെടുത്തുന്ന ആൾ, അഥവാ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തുന്ന ആൾ നരകത്തിലാണ്. അതാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ സംബന്ധിച്ചാണ് ഇബ്നു സഫിയ എന്ന് പറഞ്ഞത്. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു സഫിയയെ കൊലപ്പെടുത്തുന്ന ആൾ നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നീ എന്റെ സപ്പോർട്ട് പിടിക്കാൻ വരേണ്ടതില്ല എന്ന് പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു ആട്ടിപ്പായിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയും എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സഹാബത്തൊന്നും അതില് ഉത്തരവാദികളല്ല, അവരെല്ലാം നേർക്ക് നേരെ തന്നെയാണ് ചിന്തിച്ചത്. അഞ്ചാമത്തെ ആള് അലി റളിയല്ലാഹു അൻഹും അവിടെ എന്താവാണ്? ഷഹീദാവാണ്. അലി റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഷഹീദാവുന്നത്? അലി റളിയല്ലാഹു അൻഹുവിനെ ആ ഭരണത്തിന്റെ പേരിൽ പരസ്പരം ആക്ഷേപിച്ച് ഖവാരിജികളിൽപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന ആളാണ് അദ്ദേഹത്തെ ഹിജ്റ 40 ഒരു റമളാൻ മാസത്തിൽ നോമ്പുകാരനായിരിക്കെ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. അതും എന്താണ്? യഥാർത്ഥത്തിൽ ഒരു ചതിപ്രയോഗം തന്നെയാണ്. ഇങ്ങനെ അശറത്തുൽ മുബശ്ശിരിൽപ്പെട്ട 5 ആളുകളും ഷഹീദായേക്കാണ്. അവിടെയാണ് നമുക്ക് ആ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ പോയിന്റ്. ഇസ്ലാമിൽ അത്രത്തോളം സ്ഥാനം ഉണ്ടായിട്ട് ഖുർആൻ മഹത്വപ്പെടുത്തിയിട്ട് അവരിൽ പലരുടെയും പേര് നേരിട്ട് പരാമർശിച്ചിട്ടില്ല എന്നുള്ളൂ. അവരുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്, ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചെല്ലാം വിശുദ്ധ ഖുർആനിൽ പരാമർശങ്ങളുണ്ട്. അത്രത്തോളം പുണ്യമാക്കപ്പെട്ട അല്ലെങ്കിൽ അത്രത്തോളം ഷറഫാക്കപ്പെട്ട സ്വർഗത്തിലേക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ ആളുകൾ ഒരിക്കലും അവർ പട്ടുമെത്തയിൽ കിടന്നോ അല്ലെങ്കിൽ സുഖലോലുപരായോ മണിമാളികകൾ പണിതോ ഒരിക്കലും ജീവിക്കുകയോ ജീവിതം പുലർത്തുകയോ ഒരു ദിവസമെങ്കിലും ആ രൂപത്തിൽ ജീവിക്കുകയോ ചെയ്തിട്ടില്ല. അവർക്കെല്ലാം ത്യാഗനിർഭരമായ ജീവിതമാണ് ലഭിച്ചത്. അവസാനം അവർക്കെല്ലാം ഷഹാദത്താണ് 5 ആളുകൾക്ക് ലഭിച്ചത്. ഈ സാധാരണ മരണം സംഭവിച്ച 3 ആളുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് സഈദ് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഹിജ്റ
52 70ാമത്തെ വയസ്സിൽ സാധാരണ മരണമാണ് വരിച്ചത്. ആര്? സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. പക്ഷേ ജീവിതത്തിൽ ഈ പറഞ്ഞ സുഖങ്ങളൊന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല. ത്യാഗനിർഭരമായിരുന്നു ജീവിതം. സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചു തീർക്കുകയായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഹിജ്റ 32 75ാമത്തെ വയസ്സിൽ സാധാരണ മരണം വരിച്ചു. പക്ഷേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ ജീവിതം നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയതാണ്. കിട്ടിയ സ്വത്തല്ല ഇസ്ലാമിന്റെ ഫീ സബീലില്ലാഹ്, ഇസ്ലാമിന്റെ മാർഗത്തിൽ, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ച് തീർക്കുകയാണ് കച്ചവടക്കാരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചെയ്തത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പുണ്യമാക്കപ്പെട്ട അല്ലെങ്കിൽ സ്വർഗത്തിന് അവകാശിയായി പ്രഖ്യാപിക്കപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് അവസാനമായി മരണപ്പെടുന്നത്. ഹിജ്റ 55 അശറത്തുൽ മുബശ്ശിരീനിൽ സ്വർഗാവകാശികളിൽപ്പെട്ട അവസാനത്തെ സഹാബി, അവസാനമായി മരണപ്പെടുന്ന സഹാബി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഹിജ്റ 55 82ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണമടയുന്നത്. അന്ന് മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ, മുആവിയ റളിയല്ലാഹു അൻഹു ആണ് അന്ന് ഭരണത്തിലിരിക്കുന്നത്. സാധാരണ മരണം വരിക്കുന്നു. അപ്പോ സ്വർഗം കൊണ്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ട ഈ 10 ആളുകളുടെയും അവസ്ഥ, അവരുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു? അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അല്ലദീന ആമനു, വിശ്വസിച്ചു എന്ന് മാത്രമല്ല വഹാജറു, ഹിജ്റ പോകേണ്ടി വന്നു അല്ലെ? എല്ലാവരും അശറത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട 10 ആളുകളും മുഹാജിരീങ്ങളായിരുന്നു. ഹിജ്റ പോകേണ്ടി വന്നു. വജാഹദു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവരാണവർ. എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തവരാണവർ. ബദറിലും ഉഹദിലുമെല്ലാം. 1-2 സഹാബികൾ ഒഴിച്ച് ബദറിൽ മാറി നിന്ന അല്ലെങ്കിൽ ബദറിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന 1-2 സഹാബികൾ ഒഴിച്ച് ബാക്കി അശറത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട എല്ലാവരും എല്ലാ യുദ്ധങ്ങളിലും പ്രവാചകനോടൊപ്പം സന്നിഹിതരായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചാ പറഞ്ഞത് ബി അംവാലിഹിം വ അൻഫുസിഹിം വജാഹദു ഫീ സബീലില്ലാഹി ബി അംവാലിഹിം വ അൻഫുസിഹിം, സ്വന്തം ശരീരം കൊണ്ടും സ്വന്തം സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത ആ ആളുകൾ അഅ്ലമു ദറജ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉന്നതമായ പദവിയാണ് അല്ലാഹ് നൽകിയിരിക്കുന്നത്. നാളെ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നത് ഉന്നതമായ പദവിയാണ്. ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ. വഉലൈക ഹുമുൽ ഫായിസൂൻ, അവർ തന്നെയാണ് വിജയികൾ. യുബശ്ശിറുഹും റബ്ബുഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ബിറഹ്മത്തിൻ മിൻഹു, അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യം. വരിളുവാൻ, അള്ളാഹുവിന്റെ പരിപൂർണമായ തൃപ്തി. അള്ളാന്റെ തൃപ്തി ലഭിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ അള്ള പരിപൂർണമായ തൃപ്തി. അതുപോലെ തന്നെ സ്വർഗം, വജന്നാത്തിൻ, സ്വർഗവും. ലഹും ഫീഹാ നഈമും മുഖീം, ആ സ്വർഗത്തിൽ അവർ ശാശ്വതരായ അനുഗ്രഹത്തിലായിരിക്കും. ഖാലിദീന ഫീഹാ അബദ, അതിലവർ നിത്യവാസികളായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അപ്പൊ ആ സ്വഹാബത്തിനെ അല്ലെങ്കിൽ അശറത്തുൽ മുബശ്ശിരീന്റെ ആ ജീവിതം, അവരുടെ ജീവിതത്തിലെ മാതൃകാപരമായ കാര്യങ്ങൾ, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അവരെയാണ് നമ്മൾ അനുകരിക്കേണ്ടത്. അവരെയാണ് നമ്മൾ അനുകരിച്ച് ജീവിതത്തിൽ പകർത്തേണ്ടത്. അങ്ങനെയുള്ള യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പരമാവധി ജീവിതത്തിൽ പകർത്തി തഖ്വയുള്ള മുസ്ലിമീങ്ങളായി, മുഅ്മിനീങ്ങളായി, മുത്തഖീങ്ങളായി ജീവിച്ച് പ്രവർത്തിച്ച് മരിച്ചു പോകാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ മാതൃക സ്വീകരിക്കാൻ നമ്മൾ പറഞ്ഞല്ലോ. നമ്മൾ പലരെയും ജീവിതത്തിൽ മാതൃക സ്വീകരിക്കാറുണ്ട്. പലരെയും മാതൃക റോൾ മോഡലായിട്ട്
സ്വീകരിക്കാറുണ്ട്. ശരിക്കും നമുക്കൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആരെയാണ് റോൾ മോഡലാക്കേണ്ടത്? ഒന്ന് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തെ കഴിഞ്ഞാലോ അദ്ദേഹത്തിനോടൊപ്പം ജീവിച്ച സ്വഹാബത്ത്. ഇവരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അനുകരിക്കേണ്ടത്, അനുകരിച്ച് ജീവിക്കേണ്ടത്. കാരണം ഇവരിൽ പരിശുദ്ധമായ ജീവിതമാണ്. അവരുടെ പരിശുദ്ധമായ ജീവിതം നമ്മൾ ആ ചരിത്രം നമുക്ക് നേർക്ക് നേരെ മനസ്സിലാക്കാം. ചരിത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ ഇവരെ സംബന്ധിച്ച് രേഖപ്പെടുത്താത്ത ഒരു കാര്യങ്ങളുമില്ല. ഇനി എന്തെങ്കിലും ഒരു ന്യൂനത അവരിലുണ്ടെങ്കിൽ അതുപോലും രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഉദാഹരണമായി നമുക്കറിയാം ഈ അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വേറൊരു ചരിത്രം തന്നെയാണ്. അപ്പൊ അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ പ്രതികൂലിച്ചും അനുകൂലിച്ചും പറഞ്ഞ റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതെന്താ കാരണം എന്നറിയോ? ഈ അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് കുറച്ച് വ്യതിരിക്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് കൂടുതലും ഖിലാഫത്ത്, ഖലീഫമാര്, ഭരണാധികാരികൾ അവരെ സംബന്ധിച്ചായിരുന്നു, മുതലാളിമാര് അവരെ സംബന്ധിച്ചായിരുന്നു. അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു വാദം എന്തായിരുന്നു അറിയോ? ഒരു മുസ്ലിമിന് ഒരിക്കലും തന്റെ ജീവിത ചെലവിനുള്ള, അത്യാവശ്യ ജീവിത ചെലവിനുള്ള പൈസയല്ലാതെ വേറൊരു പൈസയും കയ്യിൽ വെക്കാൻ പാടില്ല എന്നൊരു വാദക്കാരനായിരുന്നു ആര്? അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. അപ്പൊ അതുവരെ ചരിത്രം ഒപ്പിയെടുത്തേക്കാണ്. അദ്ദേഹത്തിന്റെ ആ അഭിപ്രായത്തോട് വിയോജിക്കുന്ന ആളുകളുണ്ടായിരുന്നു, യോജിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഇങ്ങനെ ചില അഭിപ്രായങ്ങളുടെ പേരിൽ അത് മുസ്ലിം സമൂഹത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കരുതി അന്നത്തെ ഖലീഫ അദ്ദേഹത്തെ റബദയിൽ പോയി താമസിക്കാൻ ശുപാർശ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അത്രത്തോളം അവരുടെ ജീവിതം ചരിത്രം ഒപ്പിയെടുത്തിരിക്കുന്നതാണ്. ആ ചരിത്രത്തിൽ ഒരു കളവുമില്ല. എന്തെങ്കിലും ന്യൂനതകളുണ്ട് അതുവരെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും മാതൃകയാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്. അതാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, വരും തലമുറക്ക് നമ്മൾ അറിയിച്ചു കൊടുക്കേണ്ടത്. അതാണ് ഇന്നത്തെ അവസ്ഥ. നമ്മൾ നോക്കൂ, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അതൊരു സ്ഥിരീകരണത്തിലേക്ക് വന്ന ഘട്ടമാണ്. പക്ഷെ മുസ്ലിം സമുദായം ഏറ്റവും കൂടുതൽ റോൾ മോഡലാക്കുന്നത് അതേ നടീനടന്മാരെയാണ്. അതാണ് നമുക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം. അതേ നടീനടന്മാരെയാണ് നമ്മുടെ മുസ്ലിം സമുദായത്തിലുള്ള ആളുകളും എന്ത് ചെയ്യുന്നത്? റോൾ മോഡലാക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് ചിന്തിക്കാനുണ്ടെന്നർത്ഥം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിലും പരിശുദ്ധമായ ഈ ജീവിത മാതൃകയുള്ളപ്പോ അതല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റോൾ മോഡലാക്കേണ്ടത്. അവരെ കുറിച്ചല്ലേ നമ്മൾ പഠിക്കേണ്ടത്, അവരെ കുറിച്ചല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരെ കുറിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, അതല്ലേ നമ്മൾ അനുകരിക്കേണ്ടത് ജീവിതത്തിൽ. അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളാകാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ മക്കളെ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, എല്ലാ വെള്ളിയാഴ്ചയും പറയാറുള്ളത് പോലെ പള്ളി പരിപാലന ഫണ്ടിന്റെ ബക്കറ്റിൽ നമുക്ക് കഴിയുന്ന സഹായം നിക്ഷേപിക്കാൻ പരിശ്രമിക്കുക. റബ്ബ് നമുക്കതിന് കൂലി തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും നമ്മെ രക്ഷിക്കുമാറാകട്ടെ. അവന്റെ റഹ്മത്തും ബർക്കത്തും നമുക്ക് ചൊരിഞ്ഞു തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين.